ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് കുറച്ച് ബേസിക്സ്, സിഗ്നൽസിനെ കുറിച്ച് കുറച്ച് ബേസിക്സ് പഠിക്കാനുണ്ട്. സോ അതിനകത്ത് സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, എലമെൻ്ററി സിഗ്നൽസ് എന്താണ്, LTE സിസ്റ്റം എന്താണ്. സോ സിഗ്നൽസും നമ്മൾ സിസ്റ്റവും, സിഗ്നൽസിനെ നമ്മൾ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് LTE സിസ്റ്റം എന്താണെന്നും നമുക്ക് പഠിക്കാനുണ്ട്. സോ കുറച്ച് ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. സോ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഇൻഫർമേഷൻ കണ്ടന്റ് ഉള്ള ഒരു ഇതിനെ നമുക്ക് സിഗ്നൽ എന്ന് പറയാം. സോ ഇൻഫർമേഷൻ കണ്ടന്റ് ഉള്ള ഒരു വാല്യൂവിനെ നമുക്ക് സിഗ്നൽ എന്ന് പറയാം. സോ ഞാനൊരു സൈൻ വേവ് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേവ് ഫോം. സോ ദിസ് വേവ് ഫോം, ഇതിനകത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് എക്സാമ്പിളാണ് A cos ωt+5. ഇത് ഒരു കൊസൈൻ വേവ് ആണ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് A എന്ന് പറയുന്നത് ആ ഒരു കൊസൈൻ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ അതിൻ്റെ ഫ്രീക്വൻസിയാണ്, ഫൈ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ആണ്. സോ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് നൽകുന്ന ഇതൊരു ടൈം വേരിയിങ് എലിമെൻ്റ് ആണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് സൗണ്ട് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ്. ദെൻ വോൾട്ടേജ്, കറണ്ട്, ഇതെല്ലാം സിഗ്നൽസിന് എക്സാമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ഈ സിഗ്നൽസിനെ മെയിനായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരെണ്ണം കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. സോ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിലും നമുക്ക് continuous time signal, then discrete time signal. So continuous time signal ഉണ്ട്, discrete time signal ഉണ്ട്. So what is continuous time signal, അല്ലെങ്കിൽ നമുക്ക് അനലോഗ് സിഗ്നൽ എന്ന് പറയാം. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്നും, അല്ലെങ്കിൽ നമുക്ക് അതിനെ അനലോഗ് സിഗ്നൽസ് നമുക്ക് പറയാം. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, ഇങ്ങനെ മെയിനായിട്ട് നമുക്ക് സിഗ്നൽസിനെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയാം. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ദെൻ നമുക്ക് ഈവൻ ഓഡ് സിഗ്നൽസ് ഉണ്ട്, എനർജി പവർ സിഗ്നൽസ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് കുറച്ച് ഇക്വേഷൻസും അതിൻ്റെ കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് എലമെൻ്ററി കാര്യങ്ങൾ പഠിക്കണം. സോ അതാണ് എലമെൻ്ററി സിഗ്നൽസ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാൻ ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് നമ്മളിവിടെ ടൈമിൻ്റെ എല്ലാ മാഗ്നിറ്റ്യൂഡ്സും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എങ്കിൽ, ഇപ്പോൾ 0 വാല്യൂ 0.00 ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂസ് എടുത്ത് പ്ലോട്ട് ചെയ്യുന്ന ഒരു സിഗ്നലാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. സോ ദിസ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടിയുടെ എല്ലാ വാല്യൂസിനും ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ കണ്ടന്റിനെയാണ് നമ്മൾ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം വരയ്ക്കുവാണെങ്കിൽ ഞാൻ 0 വാല്യൂ കൺസിഡർ ചെയ്തു. ഇത് 0 to 5 വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ്, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്ക്രീറ്റ് കമ്പോണൻറ്റ് ഞാൻ ഇപ്പം വരയ്ക്കുവാണ്. 0 വാല്യൂ ഇവിടെ 0 ആണ്. ഞാൻ നെക്സ്റ്റ് 1 വാല്യൂ ആണ് നോക്കുന്നത്. സോ 1 വാല്യൂ ഇവിടെ എനിക്ക് 1 ആണ്. ദെൻ 2 വാല്യൂ എനിക്കത് 2 ആണ്. ദെൻ അഗെയിൻ 3 വാല്യൂ അതൊരു 1.5 എന്തെങ്കിലും ആയിരിക്കാം. ദെൻ 4 വാല്യൂ അഗെയിൻ 1. ദെൻ 5 വാല്യൂ 0. 5 വാല്യൂ 0. സോ ഈ ഒരു സിഗ്നലിനെ ഞാൻ ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഞാനിങ്ങനെ ഡിസ്ക്രീറ്റ് ആക്കി വരച്ചു. സോ ഇത് കണ്ടിന്യൂസ് ടൈം ആണ്, ഇത് ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് മീൻസ് നമ്മൾ ടൈമിൻ്റെ എല്ലാ ഇൻ്റർവെൽസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. നമ്മൾ 0ക്കും 1നും ഇടയ്ക്കുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂസ് നമ്മൾ ആ ഒരു ആംപ്ലിറ്റ്യൂഡിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. 0 കഴിഞ്ഞിട്ട് ഞാൻ 1 വാല്യൂ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇതിനെ നമ്മൾ സാമ്പിൾസ് എന്ന് പറയും. സോ ഇത് നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് ഒരു എക്സാമ്പിളാണ് ഇത്. നമ്മൾ x(n) വെച്ചിട്ടാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ x(t) വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് n. എന്നും ടിയും രണ്ടും നമ്മൾ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ആണ്. സോ
എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്യത്തില്ല, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഏതൊരു സിഗ്നലിനെയും നമുക്ക് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. സോ ബാക്കി ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാം. സോ ഇത് മാത്രം അറിഞ്ഞിരിക്കുക. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എലിമെൻ്ററി സിഗ്നൽസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എലിമെൻ്ററി സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. എലിമെൻ്ററി അല്ലെങ്കിൽ ബേസിക് സിഗ്നൽസ്. സോ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും കണ്ടിന്യൂസും പഠിക്കണം, ഡിസ്ക്രീറ്റും പഠിക്കണം. എലിമെൻ്ററി സിഗ്നൽസ്, അപ്പോൾ നമ്മുടെ സിഗ്നൽസിൻ്റെ എല്ലാം ബേസിക് കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ബേസിക് സിഗ്നൽസ്, നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ, ബേസിക് ആയിട്ടുള്ള ഇൻപുട്ടുകളെയാണ് നമ്മൾ എലിമെൻ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ അതിന് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലിമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ യു ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ യു ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പോൾ ഇതാണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. യു ഫംഗ്ഷൻ വെച്ചിട്ടാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. വെറും സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ യു ഓഫ് ടി ഈക്വൽ ടു എ എന്ന് വല്ലതും കൊടുക്കാം. എ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും, ഫ്രം 0 to infinity, ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മളിപ്പോൾ വരയ്ക്കുന്നത് കണ്ടിന്യൂസ് ടൈമിലാണ്. കാരണം യു ഓഫ് ടി, ടി മീൻസ് കണ്ടിന്യൂസ് ടൈം ഫംഗ്ഷൻ ആണ്. സോ ഞാൻ അതിനെ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് യു ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെ വരും. 0-ൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-ൽ അതിൻ്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും. സോ അപ് ടു ഇൻഫിനിറ്റി ദ വാല്യൂ വിൽ ബി 1. സോ ഇതാണ് നമ്മുടെ സിഗ്നൽ. സോ ടി ലെസ് ദാൻ 0-ൽ അതിൻ്റെ വാല്യൂ 0 ആണ്. സോ അതുകൊണ്ടാണ് ഇതിനൊരു സ്റ്റെപ്പ് ഷേപ്പ് കിട്ടുന്നത്. സോ ഇതൊരു സ്റ്റെപ്പ് വേവ് ഫോം ആണ്. സോ ദിസ് ഈസ് 0 to 1, 0-ൽ നിന്ന് 1-ലേക്ക് സ്വിച്ച് ചെയ്ത് പോകുന്ന ഒരു സ്റ്റെപ്പ് വേവ് ഫോം ആണ് നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, സോ ഇതിൻ്റെ ഡിസ്ക്രീറ്റ് വരയ്ക്കാനും എളുപ്പമാണ്. ഡിസ്ക്രീറ്റ് വരയ്ക്കാൻ നമ്മൾ എന്നിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0-ലെ വാല്യൂ 1, ദെൻ 1-ലെ വാല്യൂ 1, 2-ലെ വാല്യൂ 1, അപ് ടു ഇൻഫിനിറ്റി. അപ് ടു ഇൻഫിനിറ്റി അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. സോ ദിസ് ഈസ് യു ഓഫ് എൻ. ഡിസ്ക്രീറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ യു ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, യു ഓഫ് എൻ ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. സോ നമുക്ക് ഡിസ്ക്രീറ്റിനെയും അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഒരു ഫോമെങ്കിലും പഠിച്ചു വെക്കണം. ദെൻ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് റാമ്പ് ഫംഗ്ഷൻ. റാമ്പ് ഫംഗ്ഷൻ. സോ റാമ്പ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി വെച്ചിട്ടാണ്. സോ ആർ ഓഫ് ടി ഈക്വൽ ടു ഈ 1-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1-നെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 1 dt. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫംഗ്ഷനാണ് റാമ്പ് ഫംഗ്ഷൻ. സോ 1-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ടി ആണ്. സോ ഫോർ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. സോ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും റാമ്പ് ഫംഗ്ഷനും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. സോ നമുക്ക് പറയാം, ഞാനിപ്പോൾ പറഞ്ഞു യു ഓഫ് ടിയെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് ആർ ഓഫ് ടി എന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആർ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓഫ് യു ഓഫ് ടി ഡി ടി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, യു ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി. സോ ഈ റിലേഷൻസ് അറിഞ്ഞിരിക്കണം. ഒന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മറ്റൊന്ന് കിട്ടും, അല്ലെങ്കിൽ ഒന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. സോ നമുക്ക് യു ഓഫ് ടി കിട്ടണമെങ്കിൽ ആർ ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ അത് തമ്മിലുള്ള റിലേഷൻസ് അറിഞ്ഞിരിക്കണം. ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദെൻ അപ്പോൾ ഇതാണ് നമ്മുടെ റാമ്പ് ഫംഗ്ഷൻ. ഇനി നമുക്കിതിനെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. സോ ഒരു റാമ്പ് ഫംഗ്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സോ അതൊരു ലീനിയർ ആർ ഓഫ് ടി സിക്വൽ ടു ടി മീൻസ് നമ്മളിവിടെ 0-ക്ക് 0, 1-ന് 1 ആ രീതിയിലായിരിക്കും പോകുന്നത്. സോ ദിസ് ഈസ് റാമ്പ് ഫംഗ്ഷൻ.
0 value will be 0, 1 value will be 1 and 2 value will be 2. So 2 2 ആയിരിക്കും. സോ ഇതെല്ലാം കൂടെ പ്ലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ലീനിയർ കർവ് ആയിരിക്കും കിട്ടുന്നത്. ദിസ് ഈസ് ആർ ഓഫ് ടി. ദെൻ തേർഡ് ഫംഗ്ഷൻ. സോ ഇതിൻ്റെയും ഡിസ്ക്രീറ്റ് നമുക്ക് വരയ്ക്കാം. ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ സെയിം ആണ്. ദെൻ തേർഡ് ഫംഗ്ഷൻ ഈസ് പരാബോളിക് ഫംഗ്ഷൻ. പരാബോളിക് ഫംഗ്ഷൻ കിട്ടാൻ നമ്മളിപ്പം ചെയ്ത ആ ഒരു റാമ്പ് ഫംഗ്ഷനെ നമ്മൾ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ പി ഓഫ് ടി. സോ റാമ്പ് ഫംഗ്ഷൻ കിട്ടാൻ ആർ ഓഫ് ടിയെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ആർ ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം t²/2 എന്ന് നമുക്ക് കിട്ടും. ആർ ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരാബോളിക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് t²/2 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതർവൈസ് ഫോർ ടി ലെസ് ദാൻ 0 എന്തായിരിക്കും? അത് 0 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ പരാബോളിക് ഫംഗ്ഷൻ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. നമ്മളത് വാല്യൂസ് കൊടുത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പരാബോള ഫംഗ്ഷനായിട്ട് കിട്ടും. ദാറ്റ് ഈസ് പി ഓഫ് ടി. സോ ഇതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പഠിച്ചത് 3 ഫംഗ്ഷൻസ് ആണ്. ഒന്ന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, ദെൻ റാമ്പ് ഫംഗ്ഷൻ, ദെൻ പരാബോളിക് ഫംഗ്ഷൻ. ദെൻ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. സോ നമ്മുടെ എലമെൻ്ററി സിഗ്നൽസിൽ കുറേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിഗ്നലാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു സിഗ്നലാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. നമ്മളത് കണ്ടിന്യൂസ് ടൈമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡെൽ ഓഫ് ടി എന്നാണ്. സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ -∞ to ∞ del of t dt equal to 1 at t equal to 0 and del of t equal to 0 otherwise means for t not equal to 0. So t equal to 0 യിൽ ഇതാണ് കണ്ടീഷൻ: -∞ to ∞ del of t dt equal to 1. സോ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഒരു യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. സോ അറ്റ് ടി ഈക്വൽ ടു 0 മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. ഇതിൻ്റെ വാല്യൂ 1 എന്നല്ല പറയുന്നത്, ഇതിൻ്റെ ഏരിയ 1 ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ to ∞ del of t dt equal to 1 at t equal to 0. ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. സോ ഈ ഡെഫിനിഷൻ ഇതാണ് പഠിക്കേണ്ടത്. ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 1 എന്നല്ല പഠിക്കേണ്ടത്, അതിൻ്റെ ഏരിയ, ഈ ഒരു കർവിൻ്റെ ഏരിയ നമുക്കറിയാം. ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു ലിമിറ്റ്, ഒരു അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, f(x) dx ആ ഒരു ഫോമിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ ഇൻ്റഗ്രൽ -∞ to ∞ del of t dt അതിൻ്റെ വാല്യൂ 1 ആയിരിക്കണം, ഏരിയ 1 ആയിരിക്കണം. അത് ഡിഫൈൻ ചെയ്യുന്നത് t 0 ആവുമ്പോഴാണ്. സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 0 ആണ്. അടുത്ത കണ്ടീഷൻ അതാണ്. ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 0 ആണ്. ടി നോട്ട് ഈക്വൽ ടു 0 അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ ഡെഫിനിഷൻ. ഇതിന് കുറേ പ്രോപ്പർട്ടീസും ഉണ്ട്, അത് വെച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ്. So properties of unit impulse signal. So നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടീസ് നോക്കാം. ഇൻ്റഗ്രൽ -∞ to ∞ x of t into del of t which is equal to, so x of t del of t dt ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x of 0 തന്നെ ആയിരിക്കും. ഈ ഒരു സിഗ്നൽ ടിക്ക് 0 കൊടുക്കുന്ന കണ്ടീഷനിൽ മാത്രമേ ആ ഒരു സിഗ്നൽ എക്സിസ്റ്റ് ചെയ്തുള്ളൂ. സോ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു x of 0. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതൊരു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ -∞ to ∞ x of t into del of t minus t naught dt that is equal to x of t naught. സോ ഇതൊരു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്, ഡെല്ലിൻ്റെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്.
that value will be equal to x of t naught. Similarly, അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്, സോ ഈ റിലേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി del of at equal to 1 by mod a del of t. So del of at is equal to 1 by mod a del of t. ഇപ്പോൾ എയുടെ വാല്യൂ നെഗറ്റീവ് വന്നാലും മോഡുലസ് മീൻസ് അത് പോസിറ്റീവ് ആവും. സോ 1 by mod a del of t ആണ് നമ്മുടെ del of at യുടെ വാല്യൂ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ഇൻ്റഗ്രൽ ഇല്ലാതെ നമ്മൾ ആ ഒരു ഷിഫ്റ്റിംഗ് വാല്യൂ പറയുവാണ്. എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് വിച്ച് ഈസ് സെയിം ആസ് എക്സ് ഓഫ് ടി നോട്ട്. സോ ഇങ്ങനെയും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ നമ്മൾ കൺവല്യൂഷൻ ഇനി പഠിക്കും. നമ്മൾ LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ്, അതിനകത്ത് കൺവല്യൂഷൻ പഠിക്കും. സോ അവിടെ വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതുകൂടെ ഇവിടെ പറഞ്ഞേക്കാം. എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് ഡെൽ ഓഫ് ടി, എനി സിഗ്നൽ കൺവല്യൂട്ടഡ് വിത്ത് ആൻ ഇമ്പൾസ് ഫംഗ്ഷൻ. ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എനി സിഗ്നൽ കൺവല്യൂട്ടഡ് വിത്ത് ഇമ്പൾസ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ദാറ്റ് സിഗ്നൽ. സോ അത് എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഡെൽ ഫംഗ്ഷനുമായിട്ട് നമ്മൾ ഡെൽ ഫംഗ്ഷൻ പഠിക്കുമ്പം ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു 5 പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചേക്കുക. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ കണ്ടിന്യൂസ് വെച്ചിട്ടാണ് ഇപ്പം പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്ക്രീറ്റ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഫോർ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഡെൽ ഓഫ് എൻ വെച്ചിട്ടാണ് ഇമ്പൾസ് ഫംഗ്ഷനെ. ഡെൽ ഓഫ് എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അവിടെ ഏരിയ വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ എൻ ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ എൻ നോട്ട് ഈക്വൽ ടു 0. സോ അതിനെ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഡെൽ ഓഫ് എന്നിൻ്റെ വാല്യൂ 1 ആണ്. n 0 ആകുമ്പം, n 0 ആകാത്തപ്പം അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ n നോട്ട് ഈക്വൽ ടു 0 അല്ലാത്ത കേസുകളിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസിൻ്റെ കേസിൽ വരുമ്പം ഏരിയ 1 ആയിരിക്കണം. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞു. ആ 5 പ്രോപ്പർട്ടീസും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. സോ അപ്പോൾ നമ്മുടെ മെയിൻ സിഗ്നൽസ് ഇപ്പം പറഞ്ഞതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സിഗ്നൽസ്. യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എലമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്നത്, സോ 5th one. ഇനി ഒരുപാട് ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്. നമുക്ക് സൈൻ വേവ് പറയാം, കോസ് വേവ് പറയാം. അതൊക്കെ എലമെൻ്ററി സിഗ്നൽസ് ആണ്. നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ അറിയാവുന്നതാണ്. ദെൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സിഗ്നൽസ് ആണ് സിഗ്നം ഫംഗ്ഷൻ. ഇതും ഒരു എലമെൻ്ററി സിഗ്നലാണ്. നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് SGN of t, സിഗ്നം ഫംഗ്ഷൻ. ഇതിൻ്റെ വാല്യൂ 1 ആണ് ഫോർ t ഗ്രേറ്റർ ദാൻ 0. ഇതിൻ്റെ വാല്യൂ 0 ആണ് t ഈക്വൽ ടു 0 ആകുമ്പോൾ. ഇതിൻ്റെ വാല്യൂ -1 ആണ് t ലെസ് ദാൻ 0യിൽ. സോ ഇങ്ങനെയാണ് സിഗ്നം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വരച്ചു നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് 1 ആണ്. സോ ദിസ് ഈസ് സിഗ്നം ഫംഗ്ഷൻ. ഇതിൻ്റെ വാല്യൂ -1 ആണ് ഫോർ t ലെസ് ദാൻ 0. സോ ശരിക്കും ഇതൊരു നമ്മൾ ഈ ഒരു സിഗ്നലിനെ നമുക്ക് വേറൊരു ഫോമിൽ എഴുതാം. ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുത്ത് മാത്രം നോക്കുവാണെങ്കിൽ ഇത് u(t) ആണ്. ഈ ഒരു ക്വാഡ്രൻ്റ് നോക്കുവാണെങ്കിൽ ഇത് -u(-t) ആണ്. അപ്പോൾ u(t)യും u(-t)യും കൂടി കൂട്ടുന്നതാണ് സിഗ്നം ഫംഗ്ഷൻ. സോ എനിക്ക് ഇങ്ങനെ എഴുതാം. സിഗ്നം ഫംഗ്ഷൻ്റെ വേറെ ഫോമിൽ നമ്മൾ യു ഫംഗ്ഷൻ ടേംസിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: u(t) പ്ലസ് -u(-t). യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടൈം റിവേഴ്സലിൻ്റെ മാഗ്നിറ്റ്യൂഡ് റിവേഴ്സ് ചെയ്തിട്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിഗ്നം ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇങ്ങനെ 5ാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് സിഗ്നം ഫംഗ്ഷൻ പറയാം. ദെൻ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്.
അത് കോമൺ ആയിട്ട് വരുന്നൊരു സിഗ്നലാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ നമുക്ക് ജനറൽ ആയിട്ട് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി. ഇപ്പം ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം എന്ന് പറയുന്നത് ഈ ഒരു എ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇതൊരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് കർവ് ആവും. അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് വാല്യൂ ആവും. എന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് കർവ് ആയിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് അതിന്റെ ഓരോ കേസസ് നോക്കുവാണെങ്കിൽ എ ഈക്വൽ ടു 0 കൊടുത്ത് നോക്കുക. എ 0 ആണെങ്കിൽ ഇ റേസ് ടു 0 1 ആണ്. സോ നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത്, സോ ആ കിട്ടുന്ന സിഗ്നൽ എ 0 കൊടുത്ത് പ്ലോട്ട് ചെയ്യുന്ന സിഗ്നൽ ഇതായിരിക്കും. എപ്പോഴും അതിന്റെ വാല്യൂ 1 ആയിട്ട് തന്നെ നിൽക്കും. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ. ദെൻ ഇഫ് എ ഈസ് നെഗറ്റീവ് അല്ലെങ്കിൽ എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ കർവ് എങ്ങനെ ആയിരിക്കും? എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം ടിക്ക് 0യിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ ഇ റേസ് ടു മൈനസ് ഇ ടി ആണ്. സോ നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ലെസ് ദാൻ 0 മീൻസ് ഇ റേസ് ടു മൈനസ് ഇ ടി. സോ അതൊരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് കർവ് ആയിരിക്കും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 അത് എങ്ങനെ ആയിരിക്കും? ടി ഈക്വൽ ടു 0യിൽ അതിന്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും. ഇത് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് കർവ് ആയിരിക്കും. സോ ഇങ്ങനെ ആ എക്സ്പോണൻഷ്യൽ കർവ് തന്നെ നമുക്ക് 2-3 രീതിയിൽ ആ വരുന്ന ആ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദെൻ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ. ഇത് ഒരു എലിമെന്ററി സിഗ്നൽ ആണ്. റെക്റ്റാങ്കുലർ ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. സോ മൈനസ് എ ടു എ ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ. സോ റെക്റ്റാങ്കുലർ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് ഫോർ മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ മീനിങ് മൈനസ് എ മുതൽ എ വരെ അങ്ങനെ ഒരു മീനിങ് ആണ്. ടിയുടെ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂയും എ ലിമിറ്റഡ് ആണ്. അപ്പോൾ മൈനസ് എ ടു എ അതിന്റെ വാല്യൂ 1 ആണ്, ഈക്വൽ ടു 0 അതർവൈസ്. സോ ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ. ദെൻ നമുക്ക് പിന്നെ വരുന്ന ഒരു കോമൺ സിഗ്നലാണ് ട്രയാങ്കുലർ ഫംഗ്ഷൻ. സോ ട്രയാങ്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് മൈനസ് എ ടു എ അതിൻ്റെ വാല്യൂ 1. സോ ദിസ് ഈസ് ട്രയാങ്കുലർ ഫംഗ്ഷൻ. സോ ഈ ട്രയാങ്കുലർ ഫംഗ്ഷനെ നമ്മൾ ആ ഒരു സ്ലോപ്പ് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. സോ നമുക്ക് ഇങ്ങനെ എഴുതാം 1 മൈനസ് മോഡ് ടി ബൈ എ ഇങ്ങനെ എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ 1 മൈനസ് ടി ബൈ എയും 1 പ്ലസ് ടി ബൈ എ എന്നും പറഞ്ഞ് രണ്ട് സ്ലോപ്പ്, ഈ സ്ലോപ്പിന്റെയും ഈ സ്ലോപ്പിന്റെയും ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചാൽ ജനറൽ ആയിട്ട് 1 മൈനസ് മോഡ് ടി ബൈ എ എന്നുള്ളൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഡിഫൈൻഡ് ഫോർ മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. സോ ഇതാണ് ട്രയാങ്കുലർ ഫംഗ്ഷൻ. സോ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ഉണ്ട്, ട്രയാങ്കുലർ ഫംഗ്ഷൻ ഉണ്ട്. മെയിനായിട്ടും നമുക്ക് പഠിച്ചു വെച്ചേക്കേണ്ട എലമെന്ററി സിഗ്നൽസ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. മെയിൻ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ, ദെൻ ഇമ്പൾസ് ഫംഗ്ഷൻ, അതൊക്കെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ദെൻ നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എല്ലാം ബേസിക് കാര്യങ്ങൾ മാത്രം സിഗ്നൽസിന്റെ പഠിച്ചാൽ മതി. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അത് തന്നെ പറയാം, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ.
രണ്ടാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് അല്ലെങ്കിൽ അപീരിയോഡിക് സിഗ്നൽസ് അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്. ദെൻ നെക്സ്റ്റ് വൺ എനർജി ആൻഡ് പവർ സിഗ്നൽസ്, എനർജി ആൻഡ് പവർ സിഗ്നൽസ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് എന്നൊക്കെ പറയാം. കോസൽ ആൻഡ് നോൺ കോസൽ. ദെൻ ഇത് കുറച്ചുകൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിസ്റ്റത്തിലാണ്. കോസൽ സിസ്റ്റം, നോൺ കോസൽ സിസ്റ്റം, ദെൻ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റംസ്. സോ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. മെയിനായിട്ടും ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കേണ്ടതാണ്. പീരിയോഡിക് എന്താണ്, അപീരിയോഡിക് എന്താണ്, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, എനർജി ആൻഡ് പവർ സിഗ്നൽസ്, കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ്. അപ്പോൾ ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് ഇനി അടുത്തത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. സോ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് വൺ നോക്കാം. ജനറൽ ക്ലാസിഫിക്കേഷൻ അറിയാം, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. സോ നമുക്ക് പഠിക്കാനുള്ളത് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്, പീരിയോഡിക് ആൻഡ് അപീരിയോഡിക്. സോ പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്. സോ നമുക്കൊരു സിഗ്നൽ ഉണ്ട് എക്സ് ഓഫ് ടി. ഈ സിഗ്നലിനെ നമുക്ക് പീരിയോഡിക് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്: എക്സ് ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. ടി എന്ന് പറയുന്നത് ആ സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് ആണ് ടി എന്ന് പറയുന്നത്. ടി പ്ലസ് ടി സമയം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ് ഓഫ് ടി പ്ലസ് ടി വാല്യൂ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് എക്സ് ഓഫ് ടി ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് സെഡ് ടു ബി പീരിയോഡിക്. അപ്പോൾ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണിത്. എക്സ് ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി, അതർവൈസ് നോൺ പീരിയോഡിക്. അപ്പം ഇഫ് പീരിയോഡിക്, ഒരു സിഗ്നൽ പീരിയോഡിക് ആണെന്ന് നമുക്ക് പ്രൂവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടി ഈസ് ഈക്വൽ ടു 2π/ω. സോ ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ഒരു സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, തന്നേക്കുന്ന സിഗ്നൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്: എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് എൻ. നമുക്ക് സ്മോൾ ടിക്ക് പകരം സ്മോൾ എൻ യൂസ് ചെയ്യാം, ക്യാപിറ്റൽ ടിക്ക് പകരം ക്യാപിറ്റൽ എൻ യൂസ് ചെയ്യാം. ഇവിടെ എൻ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ അത് പീരിയോഡിക് ആയിരിക്കും. ദെൻ ഇവിടെ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2π/ω ഇൻറ്റു എം, 2π/ω ഇൻറ്റു എം ആണ് ഇവിടുത്തെ ഫോർമുല. സോ എന്താണ് എം? ഒമേഗ നമുക്കറിയാം അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയാണ്. എം എന്ന് പറയുന്നത് ലീസ്റ്റ് പോസിറ്റീവ്. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ 1-2 ചെറിയ എക്സാമ്പിൾസ് ചെയ്യാം, അന്നേരം നമുക്ക് മനസ്സിലാവും എന്താണ് എം എന്നുള്ളത്. എം ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. എമ്മിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. സോ ദാറ്റ് ദ വാല്യൂ ഓഫ് n ഈസ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. ഈ എന്നിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആകുന്ന രീതിയിൽ നമുക്ക് n ചൂസ് ചെയ്യണം. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, നമുക്ക് പീരിയോഡിക് സിഗ്നൽസിന് എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഫേസ് ഡിഫറൻസ് ആണ്, അത് ഓപ്ഷണലാണ്, അത് വരണമെന്നില്ല. എ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ വെറും എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ വെറും കോസ് ഒമേഗ ടി, ഈ ഫോമിൽ വരുന്ന സിഗ്നൽ എല്ലാം പീരിയോഡിക് ആയിരിക്കും. സിമിലർലി എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഈ സിഗ്നലും പീരിയോഡിക് ആയിരിക്കും. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ ചിലപ്പം വേരി ചെയ്യാം. ഒരൊറ്റ കമ്പോണൻ്റ് ആയിട്ടാണ് ജനറലി ഒരു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഫോം വരുന്നതും പീരിയോഡിക് ആണ്. നമുക്കതിനൊക്കെ പ്രൂഫ് ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ദെൻ എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഇ റേസ് ടു ജെ ഒമേഗ ടി ഈ ഫോമിൽ വരുന്നതും പീരിയോഡിക് ആണ്. എ ഇ റേസ് ടു ജെ ഒമേഗ ടി, ജെ വേണം, ജെ ഇല്ലെങ്കിൽ അത് പീരിയോഡിക് അല്ല.
എ ഇ റേസ് ടു ജെ ഒമേഗ ടി ഫോമിൽ വരുന്ന സിഗ്നൽസും പീരിയോഡിക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സിഗ്നൽ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. സോ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, എ ഇ റേസ് ടു ജെ ഒമേഗ ടി. സോ ഇങ്ങനെ വരുന്ന സിഗ്നൽസ് എല്ലാം എന്താണ്? പീരിയോഡിക്കാണ്. സോ ഇതാണ് നമ്മൾ പീരിയോഡിക് അപീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. സോ അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഇതൊക്കെയാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള സിഗ്നൽസും ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് LTI സിസ്റ്റം നോക്കാം. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.